ഞാൻ ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്ക് പോകുന്നു. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇതിപ്പോൾ സാങ്കേതികമായി പറയുകയാണെങ്കിൽ കുറ്റാരോപിതൻ മാത്രമാണ്. അങ്ങനെയാണല്ലോ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. കുറ്റാരോപിതനാണ്, കോടതി തീരുമാനിക്കും വരെ കുറ്റാരോപിതൻ മാത്രമാണ് പത്മകുമാർ. അതവിടെ നിൽക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇപ്പോൾ നടപടി വേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് ഇതാ ചൊവ്വാഴ്ച ചേരാനിരിക്കുന്നു. അപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അവിടെ എന്താണ് അഭിപ്രായം ഉയരുക എന്നുള്ള ജില്ലാ കമ്മിറ്റി ചേരുന്നു. അവിടെയുള്ള അഭിപ്രായം കൂടി തേടിയ ശേഷമായിരിക്കും തീരുമാനമെടുക്കുക എന്ന് കേൾക്കുന്നു. അത് ഒരു പാർട്ടി നടപടിയുടെ വഴികളിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ പാർട്ടി ചിട്ടവട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന രൂപത്തിലാണോ അതിനെ കാണേണ്ടത്? ശ്രീ ജോർജ് പൊടിപ്പാറ. പ്രതി, എനിക്കെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ശ്രീ റെജി ലൂക്കോസ്. പല കാര്യങ്ങളിലും എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമാണ്, ബഹുമാനമുണ്ട്. പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി അത്ര വലുതാണ്. അദ്ദേഹം എന്ത് ചെയ്യാനാണ്? അദ്ദേഹത്തിന് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് പറയാൻ കഴിയുക? ആ പാർട്ടിയുടെ ഒരു വക്താവായിട്ട് വന്ന് നിൽക്കുക, സഹയാത്രികനാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകനാണ്. പക്ഷേ ഇടതുപക്ഷത്തിന് വേണ്ടി, CPM വേണ്ടി വാദിക്കാൻ വന്ന് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ശബരിമല പോലെ ഇത്രയും എന്താ പറയുക വൈകാരികമായ അതുപോലെ തന്നെ സങ്കീർണമായൊരു വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പത്മകുമാറിനെ പോലെ CPM ഒരു മുൻ ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്, സെക്രട്ടേറിയറ്റ് അംഗം, ഇങ്ങനെ ഒരുപാട് നിലകളിൽ പ്രവർത്തിച്ച് പാർട്ടിയുടെ വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ച ഒരു വ്യക്തിയെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒന്ന് റെജി ലൂക്കോസിന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? ഈ SIT എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നിടത്ത് സർക്കാരാണ് SITയെ നിയന്ത്രിക്കുന്നത്, സർക്കാരിൻ്റെ ആർജവം കൊണ്ടും സർക്കാരിൻ്റെ ആത്മാർത്ഥത കൊണ്ടും SITക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചതുകൊണ്ടും SIT അവരാഗ്രഹിക്കുന്ന രീതിയിൽ, അവർക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ഒരിടപെടലും ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഈ പത്മകുമാറിനെ ഒരു തെളിവുമില്ലാതെ അവർ അറസ്റ്റ് ചെയ്യൂ? ഇത്രയും വലിയൊരു നേതാവിന്, ഇത്രയും സർക്കാരിന് വേണ്ടപ്പെട്ട, ഇത്രയും പാർട്ടിക്ക് വേണ്ടപ്പെട്ട, ഇത്രയും മുന്നണിക്ക് വേണ്ടപ്പെട്ട കീ പോസ്റ്റുകളിൽ എത്രയോ കാലമായിട്ടിരുന്നൊരു വ്യക്തിയെ SIT കൃത്യമായ തെളിവില്ലാതെ സർക്കാരിൻ്റെ ആ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ നിയന്ത്രണത്തിലാണ് ഈ അന്വേഷണം പോകുന്നതെങ്കിൽ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ആലോചിച്ചൂടെ ഈ മനുഷ്യനെ തൊടുവോ? അങ്ങനെ തൊടുന്നുണ്ടെങ്കിൽ അനിഷേധ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. പത്മകുമാർ അകപ്പെട്ടിരിക്കുന്നത് ശരിക്കും ആ വാക്കിന് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഉള്ളതുപോലെ വല്ലാത്തൊരു പത്മവ്യൂഹത്തിലാണ്. അദ്ദേഹത്തിനെതിരെ എനിക്ക് തോന്നുന്നു വാസുവൊക്കെ കൃത്യമായ തെളിവുകൾ, അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് തെളിയിക്കുന്ന അല്ലെങ്കിൽ അതിന് ബലം പകരുന്ന മൊഴികൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ PA ആയിരുന്ന സുധീഷ് കുമാർ കൊടുത്തിട്ടുണ്ടാകാം, മുരാരി ബാബു കൊടുത്തിട്ടുണ്ടാകാം. അറസ്റ്റിലായ എല്ലാവരും കൊടുത്ത മൊഴികളിൽ ഇപ്പോൾ SIT ഇന്ന് വെളിപ്പെടുത്തിയതായി സൂചിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ട് എന്താ? അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശ്രീ പത്മകുമാറിന് സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. 2019 ശേഷം 2021, 22 വർഷങ്ങളിലാണ് അവർ തമ്മിലുള്ള ഇടപാടുകൾ പ്രധാനമായും നടന്നിരിക്കുന്നത്. അറിയില്ല എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അതെ, ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പോലും പറയുന്നത് എന്താണ്? പോറ്റി ഈ പത്മകുമാറിൻ്റെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു. അങ്ങനെ നിത്യസന്ദർശകനായിരുന്നു എന്ന് പറഞ്ഞാൽ സന്ദർശനം വെറുതെ ആവില്ലല്ലോ. വെറുതെ വന്ന് ഒരു ചായ കുടിച്ച് കുശലം പറഞ്ഞ് പിരിയാനൊന്നുമല്ല. അതായത് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അവതാരം എന്ന വിശേഷണത്തിന് എന്തുകൊണ്ട് യോഗ്യനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിരന്തരമായി ഈ പത്മകുമാർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ വസതിയിൽ വെച്ച് അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ വെച്ച് നിരന്തരം കൂടിക്കാഴ്ച നടത്തുന്നുവെങ്കിൽ ആ കൂടിക്കാഴ്ച വളരെ വിശുദ്ധമായ നിഷ്കളങ്കമായ കൂടിക്കാഴ്ചകളാണെന്ന് കരുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയേറെ എന്താ പറയുക നിഷ്കളങ്കരായിരിക്കണം. ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അവതാരത്തെ ശബരിമലയിൽ അരിയിട്ട് വാഴിച്ചത് തീർച്ചയായിട്ടും പത്മകുമാറാണ്. പത്മകുമാർ അങ്ങനെ വാഴിച്ചിരുന്നില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഈ അവതാരത്തിന് അദ്ദേഹം ശബരിമലയിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അപ്പം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് പലർക്കും ഒരു ബലഹീനതയുണ്ട്. അതായത് അവരുടെ മുകളിലിരിക്കുന്ന ആളുകൾ മനസ്സിൽ കണ്ടാൽ ഇവർ മരത്തിൽ കാണും.
അവരുടെ മനസ്സിലിരിപ്പ് പറഞ്ഞ് ഇവരതിനു മുമ്പേ തന്നെ, അതായത് ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലഴഞ്ഞു കൊടുക്കുന്ന സ്വഭാവം, അതായത് പത്മകുമാർ സാറിൻ്റെ ഉള്ളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഒരു പ്രത്യേക വാത്സല്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെങ്കിൽ ആ ആഗ്രഹം അദ്ദേഹം ആഗ്രഹിക്കുന്നതിനേക്കാൾ നേരത്തെ അതിനേക്കാൾ കൂടിയ അളവിൽ നിറവേറ്റി കൊടുക്കുന്ന വലിയ ഉത്തരവാദിത്തം അല്ലെങ്കിൽ വലിയ മഹാമനസ്കതയാണ് പല ഉദ്യോഗസ്ഥന്മാരുടെയും ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹത്തിൻ്റെ PA-യുടെ ഭാഗത്തുനിന്ന്, അങ്ങനെ പലരുടെയും ഭാഗത്തു നിന്നുണ്ട്. ഇതിനകത്ത് പത്മകുമാർ ഒരു കാരണവശാലും ഒരു നിരപരാധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. SIT അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനിഷേധ്യമായ തെളിവുകൾ ഉണ്ടായിട്ടുണ്ടാവും. ഇനി പത്മകുമാറിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് പത്മകുമാർ അങ്ങനെ മുങ്ങുമ്പോൾ ഒറ്റയടിക്ക് തനിയെ മുങ്ങുന്ന ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ പലപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കിട്ടുന്ന സൂചന, എന്നെ അങ്ങ് മുക്കാൻ നോക്കിയാൽ ഞാൻ ചിലരെയും കൊണ്ടേ മുങ്ങൂ. അങ്ങനെ പുള്ളിയെ മുക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം മുക്കാൻ നോക്കുന്ന ആളുകൾ ആരായിരിക്കും എന്നതാണ് ഇനി ഈ കഥയിലെ അല്ലെങ്കിൽ ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കണ്ഠയും ആകാംക്ഷയും. അതിൽ കടകംപള്ളിയാണോ ഉൾപ്പെടുക, അതിനുമപ്പുറത്തേക്ക് പാർട്ടിക്കാരനായ എൻ വാസുവിന്റെ മൊഴികളും പത്മകുമാറിനെതിരാണെന്നുള്ളതാണ്. തന്റെ ഓഫീസിലെത്തി തന്റെ ഫയലുകളിൽ ഇടപെടുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വാസുവിന്റെ മൊഴിയായി വന്നിട്ടുണ്ട്. Debate with Smriti Parithikkad.